ഹലോ, നമസ്കാരം. അപ്പം എൻ്റെ 4 ദിവസത്തെ വൃന്ദാവൻ മഥുര ട്രിപ്പ് ഇന്ന് അവസാനിക്കുകയാണ്. അപ്പം ഈ 4 ദിവസത്തെ ട്രിപ്പ് നല്ല സൂപ്പർ ട്രിപ്പായിരുന്നു കേട്ടോ. ഈ ട്രിപ്പിൽ എനിക്ക് കൃഷ്ണ ജന്മഭൂമി കാണാൻ പറ്റി, പിന്നെ രാധാറാണിയുടെ കൊട്ടാരം കാണാൻ പറ്റി, ഗോവർദ്ധന പരിക്രമം ചെയ്യാൻ പറ്റി, പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ കളിച്ച് നടന്ന മണ്ണിലൂടെ നടക്കാൻ പറ്റി, ഒരുപാട് നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, പിന്നെ നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. അപ്പം 4 ദിവസം എങ്ങനെ കഴിഞ്ഞുപോയി എന്ന് ഒട്ടും അറിഞ്ഞില്ല. ഈ ട്രിപ്പ് ഇത്രയും ഗ്രാൻഡായിട്ട് സക്സസ്ഫുൾ ആക്കിയതിന് മോക്ഷയോടൊരു താങ്ക്സ്. പിന്നെ ട്രിപ്പ് കോർഡിനേറ്റേഴ്സ് ആയ ഗോകുൽ ആൻഡ് ആകാശിനോടും സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫുഡായിരുന്നു ത്രൂ ഔട്ട് ദീസ് 4 days. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും നൈറ്റ് ഡിന്നറും ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു കഴിച്ചത്. പിന്നെ പുറത്ത് പോയാലും നല്ല നല്ല ഹോട്ടൽസിലാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ഗുഡ്. അപ്പം നമ്മുടെ ട്രിപ്പ് ഇന്നത്തെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൃന്ദാവനിൽ നിന്ന് ബൈ ബസ് നമ്മൾ ഡൽഹിക്ക് പോകുന്നു. പിന്നെ ഡൽഹിയിൽ നിന്ന് ബൈ എയർ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കൃത്യ 9 മണിയായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബസ് എത്തി. ഞങ്ങൾ ആ ബസ്സിൽ കയറി സീറ്റ് പിടിച്ചു. അപ്പം നമ്മൾ തിരിച്ചു പോകുന്നത് വന്ന വഴി കൂടെ തന്നെയാണ്, യമുന എക്സ്പ്രസ് വേയിലൂടെ തന്നെയാണ്. കാരണം നമ്മൾ വന്ന വഴി മറക്കരുതല്ലോ. പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ പണി കിട്ടി. ഞങ്ങളുടെ വണ്ടി വഴി വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. 2-3 പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ നമുക്ക് കമ്പനിയിൽ നിന്ന് വേറെ വണ്ടി വന്ന് ഞങ്ങൾ മാറി കയറി പോയപ്പോൾ ഒരുപാട് സമയം വെറുതെ പോയി. പക്ഷെ ഈ യാത്രയുടെ നിരസത മാറ്റാൻ വേണ്ടി ഞങ്ങളത് ഇതുപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാവരും പാട്ട് പാടി എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ ഈ പാട്ടിന്റെ കൃത്യമായ വരികളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ എല്ലാവരും പാടി. അപ്പൊ അങ്ങനെ പാട്ടും പാടി എല്ലാവരും 4 വരി പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ യാത്ര ഡൽഹി വരെ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അറിഞ്ഞതേ ഇല്ല. അപ്പൊ ഇതേ ഡൽഹിയുടെ ഔട്ട്സ്കേർട്സ് ആയി. നോയിഡയാണ് ഈ സ്ഥലം. ഇത് രാഷ്ട്രീയ ദളിത് പ്രേരണാ സ്ഥലമാണ്. അപ്പം ഡോക്ടർ BR അംബേദ്കറുടെ മെമ്മോറിയൽ ആണ്. ഇത് പണിതിരിക്കുന്നത് നോയിഡ എന്ന് പറയുന്ന, ഉത്തർപ്രദേശിലെ നോയിഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. 2011 ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അന്നത്തെ ചീഫ് മിനിസ്റ്ററായ ശ്രീമതി മായാവതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതിനെ എലിഫന്റ് പാർക്ക് എന്നും പറയാറുണ്ട്. നമ്മൾ നേരത്തെ എത്തിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇറങ്ങി സൈറ്റ് സീയിങ് ഒക്കെ ചെയ്യാമായിരുന്നു. ബട്ട് ബാഡ് ലക്ക്, നമുക്ക് നമ്മുടെ ബസ് ബ്രേക്ക് ഡൗൺ ആയതും നമ്മൾ ലേറ്റ് ആയതും ഒക്കെ ഒരു മൈനസ് ആയിപ്പോയി. അതെ, നെക്സ്റ്റ് ഈ കാണുന്നതാണ് അക്ഷർധാം. നമ്മൾ വൃന്ദാവനിലോട്ട് പോകുന്ന വഴി അക്ഷർധാം കണ്ടായിരുന്നു, കുറച്ചും കൂടി ദൂരെ നിന്നായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ കയറി കാണണമെങ്കിൽ ഒരു ഫുൾ ഡേ വേണം. നമ്മുടെ കയ്യിൽ സമയമാണ് ഇല്ലാത്തത്. അങ്ങനെ യാത്ര തുടർന്നു. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ട്രാഫിക് ബ്ലോക്കിൽ കുരുങ്ങി. അപ്പൊ ഈ യാത്രയുടെ ഇടയ്ക്കുള്ള ഈ ബ്ലോക്കും കാര്യങ്ങളുമായിട്ട് ബോറടിച്ചിരിക്കുമ്പോൾ ബസ്സിനകത്ത് ഞങ്ങൾക്ക് ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്വിസ് പ്രോഗ്രാമിന്റെ വിന്നർ ഞാനായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഈ ഒരു വാട്ടർ ബോട്ടിൽ. ഇപ്പൊ ബ്ലോക്കിൽ നിന്ന് പതുക്കെ ഇറങ്ങി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സമയം ഒരുപാടായി. ഡൽഹിയിൽ വേറെ കണ്ട ഒരു നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. ഇങ്ങനെ സെന്റർ ഓഫ് ദ സിറ്റി പലയിടങ്ങളിൽ ഇതുപോലെ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തണൽ മരങ്ങളുടെ അടിയിലായിട്ട് നമുക്ക് ഫ്രണ്ട്സും ഒത്ത് ഇരുന്ന് ചിറ്റ് ചാറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം. അത് നല്ലപോലെ മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്.
അതേപോലെ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് ഇതുപോലെ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി പോലത്തെ ഒരു മെട്രോ സിറ്റി, നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ്, അത്രയ്ക്കും റഷ് ഉണ്ടായിട്ട് പോലും റോഡിൻ്റെ 2 വശത്തും ഇങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ടല്ലോ. അതാണ് അടിപൊളി. എയർ പൊല്യൂഷനും പിന്നെ വെയിൽ കുറയ്ക്കാനും നല്ല സഹായമാണത്. അങ്ങനെ ഫുഡും കഴിച്ച് ഉച്ചക്കലത്തെ ലഞ്ചും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി, ബസ്സിൽ കയറി. അപ്പോൾ ദേ ഇന്ത്യ ഗേറ്റും കർത്തവ്യ പത്തുമാണ്. ഇവിടെയാണ് നമ്മുടെ 26 ജാനുവരിക്ക് പരേഡ് നടക്കുന്ന സ്ഥലം. അപ്പം അവിടെ ഒന്നും വണ്ടി നിർത്താതെ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. ഞങ്ങൾക്ക് 5 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഈ കൂടെ യാത്ര ചെയ്തവരുടെ കൂടെ ഒക്കെ നമുക്കിനി ചെലവഴിക്കാൻ പറ്റുന്ന കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഒന്നും ഷൂട്ടൊന്നും ചെയ്തില്ല. എല്ലാവരുമായിട്ട് കുറച്ച് നേരം കൂടി സംസാരിച്ചിരുന്ന് എല്ലാവരുടെയും കോണ്ടാക്ട് നമ്പേഴ്സും ഡീറ്റെയിൽസും എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ഇരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് അനൗൺസായി. നമ്മൾ നേരെ പ്ലെയിനിൽ കയറിയിരുന്നു. ആൻഡ് നമ്മുടെ പ്ലെയിന് ഓൺ ടൈം പുഷ് ബാക്ക് ചെയ്ത് റൺവേയിലോട്ട് ഇറങ്ങുകയും ചെയ്തു. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്നെപ്പോലെ ഒരാൾക്ക്, ഇത്രയും പേടിയുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. അപ്പം ഞാൻ ഈ ഒരു 4 ദിവസം എൻ്റെ ഡെയിലി റുട്ടീനിൽ നിന്ന് മാറി ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ഒരുപാട് മനസ്സിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത് സക്സസ്ഫുൾ ആയി പൂർത്തീകരിച്ച് ഇന്ന് ഈ സമയത്ത് ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഒരു കോൺഫിഡൻസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ചെറിയ ട്രിപ്പ്, ഒരുപാട് ദിവസങ്ങൾ വേണം നിർബന്ധമില്ല, 2-3 ദിവസം നമ്മളൊന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന്, ഡെയിലി റുട്ടീനിൽ നിന്നൊന്നും മാറി നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ നമ്മുടെ മൈൻഡ്, ബോഡി, സോൾ എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പം അതേപോലെ ഈ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഫുള്ളി റിഫ്രഷ്ഡ് ആൻഡ് റീചാർജ്ഡ് ആണ് അല്ലേ. അപ്പം ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം ഒന്ന് രണ്ടാമതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഒരു ട്രിപ്പ്. അങ്ങനെയാണ് ഈ ഒരു സോളോ ട്രിപ്പും ഞാൻ പോയിട്ട് വന്നതും. പിന്നെ ഈ ട്രിപ്പ് ഞാനിങ്ങനെ ധൈര്യത്തോടെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള എൻ്റെ ഫാമിലിയോട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. കാരണം ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആൻഡ് താങ്ക്സ് ടു മൈ ഫാമിലി. അങ്ങനെ റൺവേയിലൂടെ ഒരുപാട് നേരം നടന്നുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യാൻ താമസിച്ചപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. എന്താണപ്പ ഇത്രയും നേരം റൺവേയിൽ തന്നെയാണ് ഇത് നീങ്ങുന്നത്. പക്ഷെ എന്തോ അവർക്ക് സിഗ്നൽ, ATSന്റെ സിഗ്നൽ കിട്ടാത്ത കൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റെഡിയായി. അങ്ങനെ സ്പീഡൊക്കെ കൂടി, ഫ്ലാപ്സ് ഒക്കെ ഓപ്പണായി, നമ്മൾ നേരെ ടേക്ക് ഓഫ് ചെയ്യുന്നു. അപ്പൊ ഡൽഹിയുടെ മണ്ണിൽ നിന്ന് നമ്മൾ പറന്നുയർന്നു. ഇപ്പൊ താഴെ ഡൽഹി എയർപോർട്ട് കാണാം. ഇതാണ് ഡൽഹിയിലെ ആകാശ കാഴ്ച, രാത്രിയിലെ ആകാശ കാഴ്ച. നല്ല രസമല്ലേ? ഒരുപാട് ഇങ്ങനെ ഏതോ ഒരു ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് ഇങ്ങനെ താഴെ വിടറിയിട്ടിരിക്കുന്ന പോലെ ഒരു സംഭവം. നല്ല അടിപൊളിയാണ്. ഇങ്ങനെ താഴോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തായിരുന്നു. നിങ്ങളെയും കാണിച്ചു തരാം. നിങ്ങൾക്കത് എന്താണെന്നുള്ളത് പറയാൻ പറ്റുമോന്നൊന്ന് നോക്കൂ. ഇത് കണ്ടോ? ഈ നക്ഷത്ര കൂടാരങ്ങൾക്കിടയിൽ കൂടെ ആരോ ഒരു ഗോൾഡൻ മാർക്കർ കൊണ്ട് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു വര പോലത്തെ സാധനം കണ്ടോ? അതെന്താണെന്ന് മനസ്സിലായോ? അതെ, യമുന എക്സ്പ്രസ് വേ. നമ്മളിപ്പോ വന്ന യമുന എക്സ്പ്രസ് വേ. അപ്പൊ ഇങ്ങനെ ഈ ആകാശ കാഴ്ചയും കണ്ടുകൊണ്ടിരുന്ന് എപ്പോഴാണ് കണ്ണടഞ്ഞു പോയത് എന്നുള്ളത് അറിഞ്ഞില്ല. ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. പിന്നെ എണീറ്റപ്പോൾ നമ്മുടെ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് ആണ് കേട്ടത്. നമ്മളിപ്പോ കൊച്ചി നഗരത്തിന്റെ മേളിൽ കൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത് എന്ന്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം നമ്മുടെ മനസ്സിനകത്ത് കയറിപ്പറ്റി. നമ്മൾ എവിടെ പോയാലും നമ്മുടെ നാട് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വേറെ വൈബാണ് ഇല്ലേ? ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി, അങ്ങനെയാണല്ലോ അല്ലേ? അതേ സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ അപ്പോൾ ദേ നമ്മൾ എത്തി, കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ ഈ ട്രിപ്പും ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ വീണ്ടും ഒരുപാട് ട്രിപ്പുകളും ഒരുപാട് വീഡിയോയായിട്ട് ഇനിയും കാണാം. ബൈ ഫോർ നൗ. അതെ, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.